dears, welcome back to our family. അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് മീഷോ അൺബോക്സിംഗ് ഒക്കെ ആയിട്ടാണ്. ഇതിൻ്റെ അകത്ത് ഫുള്ള് നമ്മുടെ ഓണം സീരീസിൽ വരുന്ന ജുവൽ സെറ്റുകളാണ്. മാലയും കമ്മലും പേരായിട്ട് വരുന്നതാണോ. അപ്പോൾ ഏതൊക്കെയാണ് എന്തൊക്കെയാണ് എന്നുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ ഇത് അൺബോക്സിങ് ചെയ്തിട്ട് ഇതാ പെട്ടെന്ന് ഓടി വരാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ റേറ്റ് വരുന്നത് ഏകദേശം 200-ൻ്റെ അകത്താണ്. 150, 170, 195 ആ ഒരു റേറ്റിനകത്ത് വരുന്നതാണ്. ഓഫ് കോഴ്സ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഞാൻ വരുമ്പോൾ എല്ലാം ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഐറ്റംസൊക്കെ ആയിട്ടാണ് വരാറുള്ളത്. നിങ്ങൾക്കും കൂടുതൽ കംഫർട്ട് അതായിരിക്കും. മിക്കവാറുള്ള എൻ്റെ കമൻറ്റ് ബോക്സ് ചെക്ക് ചെയ്ത് അറിയാൻ പറ്റും. അതിൻ്റെ അകത്ത് പറയാറുണ്ട് മീഷോ എന്ന് പറയുന്നത് സാധാരണക്കാരൻ്റെ എന്തോ ഒരു വലിയ സാമ്രാജ്യമാണെന്ന്. സത്യം എനിക്കും അങ്ങനെ തോന്നാറുണ്ട്. സോ ഞാൻ അതിൻ്റെ അകത്ത് കുറച്ച് ലോ ആയിട്ടുള്ള റേറ്റിൻ്റെ അകത്ത് വരുന്നത്, അതുപോലെ തന്നെ അത്യാവശ്യം ക്വാളിറ്റി ഉള്ളത് നോക്കിയിട്ടാണ് എടുക്കാറുള്ളത്. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇതുപോലെ ഒരു ജുവൽ സെറ്റിൻ്റെ വീഡിയോ ചെയ്തപ്പോൾ കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒന്നും കളറ് ഭയങ്കര, അതിനകത്ത് എനിക്ക് ഒരെണ്ണം മാത്രമേ കളർ കൂടുതലായിട്ട് തോന്നിയിട്ടുള്ളൂ. ഇതൊന്നും ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെയൊക്കെ കണ്ടീഷൻ എങ്ങനെയാണെന്ന് പറയാം. പിക്കൊക്കെ കണ്ടപ്പോൾ ഓക്കെയാണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം മേടിച്ച പിക്കിനകത്ത് കണ്ട ഐറ്റംസ് ഒന്നും അല്ലായിരുന്നു. പിക്കിൻ്റെ അകത്ത് കണ്ടതും അത് നമ്മുടെ കയ്യിൽ വന്നിട്ട് ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ റേറ്റിനുള്ള ക്വാളിറ്റിയും വേർത്തും ഉണ്ടായിരുന്നു. ഇതിൻ്റെ എങ്ങനെയാണ് എന്നുള്ളത് ഞാൻ ബോക്സ് പൊട്ടിച്ചിട്ട് ഇതാ വരും. എൻ്റെ പൊന്നടാ, എൻ്റെ പ്രതീക്ഷകളൊക്കെ വെള്ളത്തിലായി. എന്താ പറയുക, ഞാൻ വാങ്ങിയതിൻ്റെ കൂടുതൽ 6 എണ്ണം വാങ്ങി. അതിനകത്ത് ഒരെണ്ണം മാത്രമേ എനിക്ക് ഫ്ലോപ്പായിട്ട് തോന്നി. എല്ലാം ഞാൻ കാണിച്ചു തരാം. വെച്ചാൽ ഇത്രയും ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അന്നേരം അതിൻ്റെ കൂട്ടത്തിൽ തന്നെയാണ് ഇതെല്ലാം വാങ്ങിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ പോസ്റ്റ് ചെയ്യാൻ പറ്റില്ല, കുറച്ച് കുഞ്ഞിന് ബർത്ത്ഡേയും കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് ഞാൻ ഓപ്പൺ ചെയ്തത്. എനിക്ക് ആദ്യത്തേൻ്റെ എനിക്ക് അത്രയ്ക്ക് അങ്ങനെ ഭയങ്കര ഇഷ്ടമൊന്നുമില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ഇത് ഭയങ്കര സൂപ്പർ ഐറ്റംസ് ആണ്. ഞാൻ ഓരോന്ന് കാണിച്ചു തരാം. ഫേസ്റ്റ് വൺ ഡേ ഈ ഒരെണ്ണമാണ്. നല്ല രസമുണ്ട്. ഇത് ഇയറിങ്സും അതുപോലെ തന്നെ സ്റ്റഡാണ് കേട്ടോ. ഇയറിങ്സും അതുപോലെ നെക്ക് പീസുമാണ് വരുന്നത്. ഞാൻ ഇതങ്ങ് കൂടി വെക്കട്ടെ. ഒരു മിനിറ്റ്. ഇല്ലാന്നുണ്ടെങ്കിലേ എനിക്ക് ഇത് ഇടാൻ പറ്റത്തില്ല. അതാ അങ്ങനെ അത് ഊരി വെച്ച് ഞാൻ ഓരോന്ന് ഇട്ട് കാണിക്കുന്നില്ല. എല്ലാം കൂടി ഇട്ട് ഊരി എനിക്ക് അതിൻ്റെ ഒരു തീരുമാനം. ഒരെണ്ണം മാത്രമേ ഇട്ട് കാണിക്കട്ടോ. ഇതേ ഈ ഒരു മയിലാണോ ഇത്? മയിലിൻ്റെ കണക്കുള്ള ഡിസൈനാണ് കേട്ടോ വരുന്നത്. താഴത്തേക്ക് പേൾസിൻ്റെ ഹാങ്ങിങ്സ് വരുന്നുണ്ട്. കാണാൻ നല്ല ക്യൂട്ടായിട്ടുണ്ട്. ഞാൻ അമ്പലത്തിൽ പോയിട്ട് വന്നതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതങ്ങ് ചെയ്തേക്കാം. അത് ട്രഡീഷണൽ ഡ്രസ്സല്ലേ. നമ്മൾ ഇതിൻ്റെ ജുവൽസിൻ്റെയൊക്കെ വീഡിയോ ചെയ്യുമ്പോൾ ട്രഡീഷണൽ തന്നെ ആയിരിക്കും ഭംഗി. അതാണ് ഞാൻ ഇതെടുത്ത് കൊടുത്തത്. ഇതങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഞാൻ ഈ വീഡിയോ എന്ന് പോസ്റ്റ് ചെയ്യണമെന്നൊന്നും അറിയത്തില്ല. നിങ്ങൾക്ക് വൈകാതെ പോസ്റ്റ് ചെയ്യാം. കാര്യം ഓണം അടുത്തു. ഇപ്പോൾ പെട്ടെന്ന് ഓർഡർ ചെയ്താലേ നിങ്ങൾക്ക് വാങ്ങി വെക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ പോസ്റ്റ് ചെയ്യാം കേട്ടോ. നാളെ മറ്റന്നാളായിട്ട് ഞാൻ ഇത് പോസ്റ്റ് ചെയ്തേക്കാം. ഈ ജുവൽസിൻ്റെ ഈ കൂട്ടി എനിക്ക് കെട്ടി വെക്കട്ടെ. ഈ ജുവൽസിൻ്റെയൊക്കെ വീഡിയോ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചേക്കാം. കുറേ പേര് പറഞ്ഞു ചേച്ചി കമൻറ്റ് ബോക്സിൽ കിടന്ന് ചോദിക്കുന്നതിലും ബെറ്റർ നിങ്ങൾ പിൻ ചെയ്ത് വെക്കുന്നു. സോ എനിക്കും തോന്നുന്നു അതാണ് നല്ലതെന്ന്. ഇതൊക്കെ ഉണ്ടോ, നല്ല ഭംഗിയുണ്ട്. ഒരു മാറ്റ് ഫിനിഷാണ് വരുന്നത്. താഴത്തേക്ക് പേൾസിൻ്റെ ഹാങ്ങിങ്സ് വരുന്നുണ്ട്. മയിലിൻ്റെ ഡിസൈനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. റെഡും ഗ്രീനും സ്റ്റോൺസ് വരുന്നതാണ്. ഇയറിങ്സും ഒക്കെ ആയിട്ട് പെയർ ചെയ്യാനായിട്ട് നല്ല ഭംഗിയുണ്ട്. നമ്മളൊരു ട്രഡീഷണൽ ലുക്കൊക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒരു സാരീൻ്റെ കൂടെ സെറ്റ് സാരീൻ്റെ കൂടെ പട്ടുപാട ധാവണിൻ്റെ ഒക്കെ കൂടത്തിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു ട്രഡീഷണൽ ജുവൽ സെറ്റാണ്. നമ്മുടെ ചെട്ടിനാടെന്നൊക്കെ പറയുമല്ലോ, ആ ഒരു കളക്ഷനിൽ വരുന്നതാണ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. സോ കമൻറ്റ് ബോക്സിൽ ചെക്ക് ചെയ്താൽ മതി. ഫസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് ഞാൻ പിൻ ചെയ്തേക്കാം. നെക്സ്റ്റ് വൺ കാണിച്ചു തരാം. നെക്സ്റ്റും ഒരു ഇതിൻ്റെയൊക്കെ റേറ്റ് ഞാൻ പറഞ്ഞാൽ 200-ൽ താഴെയാണ് കേട്ടോ. നെക്സ്റ്റ് ഇതേ ഒരു ക്യൂട്ടായിട്ടുള്ള കുഞ്ഞ് ജിംക്ക വരുന്നുണ്ട്. അത് റെഡും ഗ്രീനുമാണ്. നമ്മൾ ട്രഡീഷണൽ എപ്പോൾ നോക്കിയാലും ഒരു റെഡും ഗ്രീനും തന്നെയാണ് വരാറുള്ളത്. ഇതൊരു കാശിൻ്റെ മോഡലാണ്. ലക്ഷ്മി മാലയാണ്. ജുംക്ക ഞാൻ ഇടുന്നില്ല കേട്ടോ. എനിക്ക് ഊരി എനിക്ക് കാത് ചിലപ്പം വേഗം എടുക്കുന്നതാണ്. ഇതാണ് ജുംക്ക വരുന്നത്. ഈ റെഡും ഗ്രീനും പെയറായിട്ട് വരുമ്പോൾ ഏതിൻ്റെ കൂട്ടത്തിൽ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. എല്ലാ കളറിൻ്റെ കൂടെ റെഡും ഗ്രീനും
മിക്സ് ആയിട്ട് വരുന്നത് മാച്ചായി പോകും. ഒരു കോൺട്രാസ്റ്റ് ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാനും ഒക്കെ നല്ലതാണ്. ഇതൊരു കാശിൻ്റെ മാലയാണ്, ലക്ഷ്മി മാല ഉണ്ടല്ലോ അതാണ്. കുഞ്ഞി പോയി ഇട്ടപ്പോൾ നേരെ ഇടേണ്ടതാണ്. കണ്ട സാധനം നല്ല ഭംഗിയുണ്ട്. നമുക്ക് ഓണത്തിനൊക്കെ വേറെ ഒന്നും നോക്കണ്ട, നിങ്ങൾ സെക്കൻഡ് എന്ന് പറഞ്ഞിട്ട് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തേക്കാം. ജസ്റ്റ് ചെക്ക് ചെയ്തിരുന്നാൽ മതി. നമ്മുടെ കൂടെ ഒരു ഹെവി മാലിൻ്റെ കൂട്ടത്തിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയാണ്. നല്ല രസമുണ്ട്. ഫോട്ടോയിൽ കാണുന്നതാണ് കച്ച, വീഡിയോയിൽ കാണുമ്പോൾ എത്രത്തോളം വ്യക്തമാകുമെന്ന് എനിക്കറിയത്തില്ല. നേരിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഒരു ചെട്ടിനാട് കളക്ഷൻ്റെ അകത്ത് വരുന്ന ആ ഒരു കളർ പാറ്റേൺ ആണ് വരുന്നത്. ഗോൾഡ് ഫിനിഷ് അല്ല, മാറ്റ് ഫിനിഷ് ആണ് കേട്ടോ വരുന്നത്. പിന്നെ പറയാനാണെന്നുണ്ടെങ്കിൽ കുറേ പേര് പറഞ്ഞു ചേച്ചി ഇതിൻ്റെയൊക്കെ കളർ പെട്ടെന്ന് പോകും. എടാ കളർ നമ്മൾ കെയർ ചെയ്യുന്ന പോലെ ഇരിക്കും. ഇത് യൂസ് ചെയ്തതിന് ശേഷം നന്നായിട്ട് വൈപ്പ് ചെയ്തിട്ട് ഒരു ബോക്സിൻ്റെ അകത്തേക്ക് ഇട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ നാൾ നമുക്ക് വെച്ചേക്കാൻ പറ്റും കേട്ടോ, കളർ പോവാതിരിക്കും. അപ്പം ഇത് നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയുക, ഒരു റെഡാണ് കേട്ടോ. അതൊക്കെ ഉണ്ടാവും, റെഡും ഗ്രീൻ സ്റ്റോണുമാണ്. കാണാനായിട്ട് നല്ല ഭംഗിയാണ്. ആ സ്റ്റോണും ഒക്കെ നല്ല ഫിനിഷിംഗ് ആണ് കേട്ടോ. ഇത്രയും ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ വിചാരിച്ച ആദ്യത്തെ പോലെ ഭയങ്കര ബെറ്റർ ഒന്നും അല്ല എന്നുണ്ടെങ്കിൽ ഓക്കെ ആയിരിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഇതൊക്കെ സൂപ്പർ ആയിട്ടുണ്ട്. ഇതിൻ്റെ റെഡും ഗ്രീനും ഒക്കെ അവൈലബിൾ ആണ്. ഞാനിത് തേർഡെന്ന് പറഞ്ഞിട്ട് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തേക്കാം. ജസ്റ്റ് നിങ്ങൾ ചെക്ക് ചെയ്തിരുന്നാൽ മതി കേട്ടോ. കണ്ടോ നല്ല ഭംഗിയില്ലേ? ഇത് നേരിട്ട് കാണാനും ഒക്കെ നല്ല ഭംഗിയുണ്ട്, വീഡിയോയിലും ഒക്കെ ഭംഗിയുണ്ട്. ഞാൻ പറഞ്ഞ കണക്ക് നിങ്ങൾ യൂസ് ചെയ്യുന്ന കണക്ക് ഇരിക്കും. ഇതിൻ്റെ ക്വാളിറ്റി, അതിൻ്റെ കളർ മങ്ങുന്നതും ഒക്കെ നിങ്ങൾ യൂസ് ചെയ്യുന്ന പോലെ ഇരിക്കും. യൂസ് ചെയ്തതിന് ശേഷം നന്നായിട്ട് വൈപ്പ് ചെയ്ത്, അതായത് നമ്മുടെ വിയർപ്പൊന്നും ഇല്ലാത്ത രീതിയിൽ വൈപ്പ് ചെയ്തിട്ട് ഒരു കോട്ടൺ ക്ലോത്തിൽ പൊതിഞ്ഞ് അല്ലെങ്കിൽ ഒരു നമ്മുടെ ഇതിൻ്റെ ടിഷ്യൂലോ പൊതിഞ്ഞിട്ട് ഒരു ബോക്സിൻ്റെ ഉള്ളിലിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ നാൾ കളർ പോകാതിരിക്കും. ഞാൻ ഒരു ടിപ്പ് പറഞ്ഞു തരികയാണ്. എനിക്ക് ഒരുപാട് കൊളാബിനായിട്ട് ഒരുപാട് ജ്വൽസ് വരാറുണ്ട്. ഞാൻ ഇങ്ങനെയാണ് സൂക്ഷിക്കാറ്. ഒന്നിൻ്റെയും കളർ പോയിട്ടില്ല. ഏകദേശം 2-3 വർഷമായിട്ട് ഞാൻ കൊളാബ് ചെയ്യുന്നുണ്ട്. അതിൻ്റെയൊക്കെ ജ്വൽസൊക്കെ കളർ പോകാതെ ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. ഞാൻ വാങ്ങിയ ഒരെണ്ണം ഉണ്ട് കേട്ടോ, നമ്മുടെ സുപ്രീമിൽ നിന്ന് മേടിച്ച്, കൊല്ലം സുപ്രീം ഉണ്ടല്ലോ. എനിക്ക് തോന്നുന്നു 5000 രൂപയായിരുന്നു. പക്ഷേ ഞാൻ 2 വട്ടം ഇട്ടപ്പോൾ എൻ്റെ കളർ ഫുള്ള് പോയി. കഥ വെച്ചിട്ട് വരാം. അതിൻ്റെ കളർ ഫുള്ള് പോയിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഇങ്ങനെ സൂക്ഷിക്കാന്നുണ്ടെങ്കിൽ കുറേ നാൾ വെച്ചേക്കാൻ പറ്റും. നെക്സ്റ്റ് ഒരു ഗ്രീൻ ആണ് കേട്ടോ. അതും ഒരു കാശിൻ്റെ ആണ്. ഒരു ഗണപതിൻ്റെ കാശാണ് കേട്ടോ. കണ്ടോ കണ്ടോ നല്ല ഭംഗിയുണ്ട്. മുകളിൽ ഗണപതിയും താഴത്ത് ലക്ഷ്മി ആയിട്ടാണ് വരുന്നത്. ഒരു ക്യൂട്ടായിട്ടുള്ള ചെറിയ ഇയറിംഗ് ആണ്. ഞാൻ പറഞ്ഞല്ലോ ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. എല്ലാം കൊള്ളാട്ടോ, എനിക്ക് ഒത്തിരി ഇഷ്ടമായി. ഞാൻ പ്രതീക്ഷിച്ചതിനേക്കായി ഒക്കെ നല്ല ഭംഗിയുണ്ട്. കണ്ടോ കഴുത്തിങ്ങനെ നിറഞ്ഞിരിക്കും. ഓണത്തിന് വേറെ ഒന്നും നിങ്ങൾ നോക്കണ്ട, പോയി പർച്ചേസ് ചെയ്തോളൂ. ഇത് 4th വൺ ആണ് കേട്ടോ. അപ്പോൾ 4th വൺ എന്ന് പറഞ്ഞിട്ട് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തേക്കാം. ഒരു ഗ്രീൻ സ്റ്റോൺ ആണ്. ഇത് റെഡും അവൈലബിൾ ആണ്, അതുപോലെ റെഡും ഗ്രീനും അവൈലബിൾ ആണ് കേട്ടോ. നല്ല ഭംഗിയുണ്ടോ, എനിക്ക് ഒത്തിരി ഇഷ്ടമായത്. കഴുത്ത് നിറഞ്ഞിരിക്കുന്നു. നമുക്ക് ഈ ഓണത്തിന് കളറാക്കാം, വേറെ ഒന്നും ചിന്തിക്കാനില്ല. പോയി എടുത്തോ. ഇത്രയും സെറ്റപ്പ് ആവുമെന്ന് ഞാൻ സത്യത്തിൽ ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ ആയിരിക്കും എന്നേ ഉള്ളായിരുന്നു എൻ്റെ പ്രതീക്ഷ. കാര്യം ഞാൻ അന്നേരം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇത് കുറച്ച് റേറ്റ് കുറഞ്ഞാണ്, 100ൻ്റെ അകത്തൊക്കെ വരുന്നതാണ്. സോ അതിൻ്റേതായ ക്വാളിറ്റി ഉണ്ടാവുള്ളൂ. ഞാൻ കുറച്ചുകൂടി റേറ്റ് കൂടുതൽ മേടിക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതാണ് ഈ ഐറ്റംസ്. ഇതെല്ലാം സൂപ്പർ ആയിട്ടുണ്ട്. ഞാൻ ഇനി ഇത് ജെം സ്റ്റോണൊക്കെ വെച്ചിട്ടുള്ളതുണ്ടല്ലോ, അതൊക്കെ മേടിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തിൻ്റെയെങ്കിലും കാര്യങ്ങളൊക്കെ അറിയാനുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്താൽ മതി എന്തിൻ്റെ വീഡിയോ വേണമെന്നുള്ളത്. ഞാൻ അതനുസരിച്ച് പർച്ചേസ് ചെയ്തിട്ട് ഓരോന്നോരോന്നായിട്ട് വീഡിയോ ചെയ്യാം കേട്ടോ. പിന്നെ നെക്സ്റ്റ് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എല്ലാവർക്കും ഇഷ്ടമാവുമോ എന്ന് എനിക്ക് അറിയത്തില്ല. അതേ ഈ ഒരു ഐറ്റം ആണ് കേട്ടോ. കണ്ടോ, ഇത് നമ്മുടെ ഈ പല്ലക്കിൻ്റെ അകത്ത്, അതായത് സീതാ സ്വയംവരം ആ ഒരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ, സ്വയംവരം കോൺസെപ്റ്റ്, അതുപോലെ പല്ലക്കിൻ്റെ അകത്ത് ബ്രൈഡിനെ കൊണ്ടുപോകണ കണക്കുള്ള ഒരു തീമിൽ വരുന്ന ഇയറിങ്സ് ആണ്. റെഡും ഗ്രീനും ആണ് സ്റ്റോൺസ് വരുന്നത്. സ്റ്റോണിൻ്റെ ഒരു കളറിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു റൂബി ആൻഡ് എമറാൾഡ് ഉണ്ടല്ലോ, ആ ഒരു ഫിനിഷിങ്ങിലാണ് വരുന്നത്. കാണാൻ നല്ല ഭംഗിയുണ്ട്, ക്യൂട്ടായിട്ടുണ്ട്. താഴത്തേക്ക് കുറച്ച് വൈറ്റ് കളറിലുള്ള സ്റ്റോൺസ് കൊടുത്തിട്ടുണ്ട്. പേളിൻ്റെ ഹാങ്ങിങ്സ് ആണ് വരുന്നത്. കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇതിൻ്റെയൊക്കെ റേറ്റ് വരുന്നത് 200ൻ്റെ അകത്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഇതൊക്കെ പോയിട്ട് നമ്മൾ ഓരോ പേജുകളിൽ നിന്ന് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഭയങ്കര റേറ്റ് ആവും. എനിക്ക് നന്നായിട്ട് അറിയാം, അതുകൊണ്ടിട്ടാണ് ഞാൻ പറഞ്ഞത്.
അത്യാവശ്യം നല്ല റേറ്റ് ആവാറുണ്ട് അങ്ങനെ പർച്ചേസ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ. ഈ ഒരു ഐറ്റം നിങ്ങൾ എല്ലാവരും ചൂസ് ചെയ്യുമോയെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ നല്ലതാണ് കേട്ടോ ഇട്ട് കഴിഞ്ഞാൽ. ഇതിൻ്റെ എനിക്കൊരെണ്ണം ഉണ്ട്, ഇങ്ങനെ ഇരിക്കും ഐറ്റം. വടി പോലെ ഇരിക്കും എന്നാണ് പലരും പറയുന്നത്, പക്ഷെ അങ്ങനെ ഒന്നുമല്ല കേട്ടോ. നമ്മൾ ഇട്ട് കഴിയുമ്പോൾ നല്ല ഭംഗിയായിരിക്കും അത്. കണ്ടോ, ഇതും ആ ഒരു പല്ലക്കിൻ്റെ അകത്ത് ബ്രൈഡിനെ കൊണ്ടുപോകുന്ന കോൺസെപ്റ്റിൽ തന്നെയാണ്. ചുറ്റോട് ചുറ്റായിട്ട് വൈറ്റ് സ്റ്റോൺസ് വരുന്നുണ്ട്, അതുപോലെ തന്നെ ഗ്രീനും റെഡുമാണ് കോമ്പിനേഷൻ വരുന്നത്. പേളിൻ്റെ ഹാങ്ങിങ്സ് വരുന്നുണ്ട്. കാണാൻ നല്ല ഭംഗിയില്ലേ? നമ്മളൊരു കല്യാണത്തിനൊക്കെ പോകാനൊക്കെ ഒരുങ്ങുകയാണെങ്കിൽ നമുക്ക് ഇട്ടുകൊണ്ട് പോകാനൊക്കെ പറ്റുന്ന ഐറ്റംസ് ആണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സെർച്ച് ചെയ്താൽ മതി. കമൻറ്റ് ബോക്സിൽ 5ാമത്തെ ലിങ്കായിട്ട് ഇതിൻ്റെത് ഞാൻ കൊടുത്തേക്കാം. 5ാമത്തെ ആയിരിക്കും കേട്ടോ. എല്ലാം നല്ല ഭംഗിയുണ്ട്, എനിക്ക് ഒത്തിരി ഇഷ്ടമായി. പിന്നെ നെക്സ്റ്റ് വൺ, ഇത് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമായില്ല, ഉള്ളത് പറയാമല്ലോ കേട്ടോ. ഇതിൻ്റെ കളർ അത്ര കൊള്ളില്ല, ഇതിൻ്റെ ഫിനിഷിങ് അത്ര കൊള്ളില്ല. ഒരു ഗണപതിയുടെ ഒരു ഇതാണ് കൊടുത്തിട്ടുള്ളത്, താഴത്തേക്ക് പേളിൻ്റെ ഹാങ്ങിങ്സ് കൊടുത്തിട്ടുണ്ട്. കളർ അത്ര കൊള്ളൂലടാ. ഇതിൻ്റെ ഒരു ഭയങ്കര വൃത്തികെട്ട ഓവറായിട്ടുള്ള കളറ് എനിക്ക് അത്ര സെറ്റായില്ല. നമ്മൾ അന്ന് കഴിഞ്ഞ പ്രാവശ്യം ജുവൽസിൻ്റെ ആ ഒരു വീഡിയോ ചെയ്തപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പേളിൻ്റെ വന്നിട്ടുള്ളത് എനിക്ക് ഇഷ്ടമായില്ല എന്ന്. ഇതിൻ്റെ ഉണ്ടോ ബാക്കിൽ ഒരുമാതിരി കമ്പി പോലെയാണ്, ഇതൊരു പണ്ടത്തെ ഒരു മോഡൽ പോലെയാണ് ഇവർ കൊടുത്തിട്ടുള്ളത്. അത്രയ്ക്ക് അങ്ങോട്ട് ഭംഗിയൊന്നുമില്ല. ആ ഒരു ഇവർ ചെയ്തിരിക്കുന്ന ആ ഒരു ജുവൽസിലും ഒരു ഭംഗിയില്ല. അകത്തല്ലേ പൊമ്മോളമ്മേ ഒന്ന് വിളിക്കോ. ഇപ്പോൾ ഉള്ളിലുള്ള ആ ഒരു ജുവൽസിലും അത്ര ഭംഗിയൊന്നുമില്ല. കളറും ഭയങ്കര ഒരുമാതിരി ഓവറായിട്ടുള്ളൊരു ഗോൾഡൻ കളർ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇട്ട് വെറുതെ എൻ്റെ കഴുത്ത് ഇതാക്കുന്നില്ല, കണ്ടോ. ഇത് പക്ഷേ നമ്മൾ ഈ ഡാൻസിനൊക്കെ പോകുമല്ലോ, അങ്ങനെയുള്ള കുട്ടികൾക്കൊക്കെ യൂസ് ചെയ്യാനായിട്ട്. പൊമ്മോളമ്മേ ചേച്ചി വിളിക്കുന്നു, ലത ചേച്ചി അങ്ങോട്ട്. അപ്പോൾ ഈ ഡാൻസിനൊക്കെ പോകുമ്പോൾ അങ്ങനെയൊക്കെ യൂസ് ചെയ്യാൻ കൊള്ളാം. അല്ലാണ്ടിട്ട് നമ്മൾ ഓണത്തിന് വേണ്ടിയിട്ടുള്ള യൂസ് എടുക്കണ്ട. ഇതിൻ്റെ റേറ്റ് എനിക്ക് തോന്നുന്നു 200 അകത്ത് തന്നെയാണ്. എന്നാലും ഇത് ഭയങ്കര നഷ്ടമായിട്ട് എനിക്ക് തോന്നുന്നു. നിങ്ങൾക്ക് റിട്ടേൺ ചെയ്യാൻ പറ്റത്തില്ല, കാര്യം ഞാൻ ഇത് വാങ്ങി വെച്ചിട്ട് കുറേ ദിവസമായി, അതുകൊണ്ടിട്ട് റിട്ടേൺ ഓപ്ഷൻ എനിക്കില്ല. പിന്നെന്താ പറയുക, അപ്പോൾ ഇത്രയേ ഉള്ളൂ 6. ഇതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വാങ്ങും. ഞാൻ പറയുന്നത് വാങ്ങണ്ട എന്നാണ്. ഭയങ്കര നഷ്ടമാണ്, ഈ ഒരു റേറ്റ് ഭയങ്കര നഷ്ടമാണ്. ഈ ഒരു റേറ്റിന് ഭയങ്കര നഷ്ടമാണ്. ബാക്കി 5 സൂപ്പറാണ് കേട്ടോ, എല്ലാം കൊള്ളാം. എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാൻ കമൻറ്റ് സെക്ഷനിൽ പിൻ ചെയ്തേക്കാം. ഇത് 6ാമത്തെയാണ്, 6ാമത്തെ ആയിട്ട് ഞാൻ കമൻറ്റിൽ കൊടുത്തേക്കാം. അപ്പോൾ വൺസ് അഗെയിൻ താങ്ക് യു ഫോർ വാച്ചിങ്, ലവ് യു ഓൾ. പിന്നെ കൂടുതൽ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ എന്തിൻ്റെയും കമൻറ്റിൽ കൊടുത്തിരുന്ന ആദ്യം നിങ്ങൾക്ക് എന്തിനെങ്കിലും വീഡിയോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സജഷൻസ് പറഞ്ഞിരുന്നാൽ മതി, ഞാൻ ചെയ്യാം കേട്ടോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്, ലവ് യു ഓൾ, ബൈ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.